എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇവിടെ എനിക്കും പ്രൈസമോനും ഒക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ നേരത്തെ ഉള്ള വീഡിയോ കേട്ടോ, എൻ്റെ അസുഖം ഉണ്ടാവുന്നതിന് മുമ്പിട്ടുള്ള വീഡിയോയാണ്. അതിന് ശേഷമുള്ള വീഡിയോകൾ ഞാൻ എടുത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെൻഡിങ്ങിലായിപ്പോയത്. അവൻ രാവിലെ കൊച്ചിങ്ങനെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ സാമ്പാർ ഞാൻ നേരത്തെ വെക്കുന്നത് പോലെ കഷ്ണങ്ങൾ കുറച്ചുള്ള ഇത്തിരി തിക്കായിട്ടുള്ള സാമ്പാറുണ്ടല്ലേ, അതാ ഞാൻ ഇതിൻ്റെ അകത്ത് കടലമാവ് ചേർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി തിക്കായിട്ട് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഒത്തിരി തുമരപ്പരിപ്പും ചേർക്കുന്നില്ല. മത്തങ്ങയും ടൊമാറ്റോയും സവാളയും ഇത്രയുമാണ് അരിഞ്ഞ് ചേർത്തത്. പിന്നെ ഒരു കൈപ്പിടി തുമരപ്പരിപ്പും ചേർത്ത്, പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചൂടാക്കി ഇതിൽ ചേർത്ത് ലാസ്റ്റിലിപ്പം കടുക് കൂടെ വറുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇഡലിക്കൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ് ഇത് ഇഡലിക്ക്. ദോശയേക്കാൾ ഇഷ്ടം ഇഡലിക്ക. ലാസ്റ്റിലൊന്ന് ഇച്ചിരി ശർക്കര ചേർക്കും, അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കും. അപ്പോൾ ഇഡലിയൊക്കെ റെഡിയായി. പിന്നെ അടുത്തത് ഇവർക്ക് ദോശ വേണ്ടിയവർക്ക് കട്ടി കുറഞ്ഞിങ്ങനെ ദോശയും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ അസുഖം ഉള്ളതിന് മുമ്പിട്ടേ ഉള്ള വീഡിയോയാണ്. അപ്പം ഞങ്ങൾ പ്രൈസിനെ വിട്ട് കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പം പ്രൈസിനെ വിട്ടിട്ട് ഉടനെ അതുവഴി ഞങ്ങൾ നടക്കാൻ പോകുമായിരുന്നു, ഞാനും റൈച്ചാനൂടെ. അപ്പം ഞങ്ങളുടെ കോമ്പൗണ്ടിലല്ല നടക്കുന്നത്, വെളിയിലായിരുന്നു. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമേ കിളികളുടെ സൗണ്ട്. കാണാനില്ല നമ്മളെ. അന്നേരം ഇവിടെ 2 ഗ്രൗണ്ട്. ഒന്ന് ഇത് ഗാർഡനാണ് മുനിസിപ്പാലിറ്റി, വേറൊന്നുണ്ട് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഗാർഡൻ, ഇപ്പോൾ അവിടെ മരങ്ങളൊക്കെ കുറയില്ലേ, നമുക്ക് കുറച്ച് ഓക്സിജനൊക്കെ ശ്വസിച്ചിട്ട് വരാം, അവിടെ നല്ല കിളികളുടെയൊക്കെ സൗണ്ടാണെന്ന് പറഞ്ഞ് റേച്ചാനെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയാൽ. അവിടെ പോണ ഗേറ്റൊക്കെ തുറന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ നമ്മൾ നടക്കുവാണെങ്കിൽ അവിടെ കുറേ എക്സർസൈസ് മെഷീനൊക്കെ ഉണ്ട്. അപ്പം കൂടുതലും ഈ രാവിലെ നടക്കാനൊക്കെ വരുന്നത് UP-കാരാണ്. അപ്പോൾ അത് നൈറ്റൊക്കെ ഇട്ട് ഒത്തിരി പ്രായമുള്ളവരാണെങ്കിലും അവർ വന്ന മെഷീൻ്റെ അകത്തെല്ലാം വന്ന് എക്സർസൈസ് ചെയ്യുക. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇങ്ങനെ കയ്യെങ്ങാനും ബൈ ചാൻസിൽ കിടന്നിട്ട് അവിടെ ലൈറ്റില്ല, അതാ കുഴപ്പം. നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചാണ് നടന്നത്. ഒരു റൗണ്ട് അടിച്ച് ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരെ ഒന്ന് വെളുത്ത്. പക്ഷേ ആ കിളികളുടെയൊക്കെ സൗണ്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. റേച്ചാൻ്റെ മൊബൈലിലും കുറച്ച് കിളികളുടെ സൗണ്ട് എടുത്ത്, പക്ഷേ അതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. റേച്ചാനൊന്നും അവർക്കൊന്നും അത്ര സീരിയസ് ഇത് കിളികളുടെ സൗണ്ട് കേട്ടാലും അല്ലെങ്കിൽ കാക്കയുടെ സൗണ്ട് കേട്ടാലും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കത് ഭയങ്കര, നമ്മളെല്ലാം നാട്ടിൽ ജനിച്ച് ഇതായതുകൊണ്ട് നമ്മളെല്ലാം രാവിലെയൊക്കെ അത് നമുക്ക് ഒരു നാട്ടിലെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അങ്ങനെ രാവിലത്തേക്ക് എൻ്റെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടോടുള്ള തോരനാണ് വെക്കുന്നത്. ഇത് ഇവിടെ ബീട്രൂട്ട് തന്നെ തോരൻ വെച്ചാൽ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിന്തിച്ച് അതിൻ്റെ അകത്ത് ക്യാരറ്റോട് ഇട്ടുണ്ടാക്കിയാൽ കുറേ കൂടെ നല്ലതല്ലേന്ന്. അപ്പോൾ ഇത് പക്ഷേ റീച്ചാൻ ഒരു ഇച്ചിരി മധുരമുള്ളത് ഇഷ്ടമല്ല. അതാ ഞാൻ പറയും, മാർക്കറ്റിൽ പോകുമ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിലും ബീട്രൂട്ട് ഉണ്ടെങ്കിലും വാങ്ങിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിന്. ബീട്രൂട്ട് തന്നെ ആണെങ്കിലും അത് കൂടുതലും നമ്മൾ കുരുമുളക് പൊടി ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് ഒതുക്കി ഒന്ന് വെക്കട്ടെ. അപ്പം ഇന്ന് റേച്ചാൻ്റെ ഫേവറേറ്റ് കൂട്ടാൻ വെക്കുന്നുണ്ട്. എന്തുവാന്നോ, പ്രോൺസ്. അത് ഇന്നാളി വാങ്ങിച്ച കുഞ്ഞൻ പ്രോൺസാണ്. ഇന്ന് എനിക്ക് നല്ല മെനക്കേടാണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഇവിടെ നേരത്തെ എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഈ പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. പോളിനാണ് ഒട്ടും, പ്രൈസമ്മ കഴിച്ചോളും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ ഒരു ഇച്ചിരി മസാലയൊക്കെ ഇത്തിരി വേറെയൊക്കെ ഒന്ന് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആ പ്രോൺസിൻ്റേതായ ഒരു ടേസ്റ്റ് എടുത്തറിയത്തില്ല. ഇച്ചിരി കൊഞ്ച് വാങ്ങിച്ച, അപ്പോൾ അതേ കുഞ്ഞതാ. പക്ഷേ ഇതിൻ്റെ അകത്ത് നിരക്കേടാ. ഇവിടെയൊക്കെ നൂലുണ്ട്, അതൊന്ന് എടുക്കണം. ഞാൻ ഇച്ചിരി വിനാഗിരി ഇട്ട്
വെച്ച്. അപ്പോൾ ഇത്തിരി വഴുവഴുപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറും. കുറച്ച് നൂലെടുത്ത് ഇത്രേ തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നൂല് അതിലിടും. അതെല്ലാം മൊത്തം ക്ലീൻ ചെയ്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അതവിടെ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്ത് വന്നാൽ കുറേ സമയം എടുക്കുമല്ലേ. അതിൻ്റെ ഓരോ നൂലും ചിലതാണെങ്കിലും കുഞ്ഞതാ. അവർ ഇങ്ങനെ അതിൻ്റെ തോട് കളഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ആ നൂല് അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞുകൊണ്ടേ ചപ്പാത്തി പിന്നെ ഡാഡിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബാക്കി നൂല് വലിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പം ചപ്പാത്തി കുഴച്ചിട്ട് ആദ്യത്തെ ചപ്പാത്തി എത്ര ആണെങ്കിലും എൻ്റെ അങ്ങോട്ട് എത്ര ശരിക്ക് ചെയ്താലും നല്ലൊരു ഷേപ്പ് കിട്ടത്തില്ല. പിന്നത്തേതും അത്ര വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഡാഡിക്കും പ്രൈസിനോടുള്ള ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കിയെടുക്കട്ടെ. പോളുമ്പോൾ പിന്നെ ഇപ്പം 7-7:30 ആകുമ്പോഴേ വരത്തുള്ളൂ. ചുരുക്കം ചില ദിവസം 3:30-4 മണിക്ക് വരും. കൂടുതലും അവൻ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ വരുമ്പം പിന്നെ ചോറാണ് കഴിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഈ കൊണ്ടുവന്നത് വല്ല നാസ ടൈപ്പായിരിക്കുമല്ലേ. അപ്പം ഞാൻ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോൺസിൻ്റെ ഇത് പരിപാടിക്ക് പോവാം. പക്ഷേ അത് തോരനോ തീയലോ വല്ലതും വെച്ച് അവർ ഇച്ചിണിയും കാണും. പക്ഷേ അത് മെനക്കേട് ഭയങ്കര പരിപാടിയാണ്. അന്ന് ഞങ്ങൾ ചെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. അവരങ്ങ് നിർബന്ധിച്ച് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ കൂട്ടം വെച്ചേക്കുന്നത് കൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. അത്രയും കൂട്ടം എത്ര 200 250. പക്ഷേ നഷ്ടമില്ലായിരുന്നു കേട്ടോ. പൊളിച്ചൂടെ വെച്ച് തോടോടുകൂടി ഇരിക്കുന്നതിനേക്കായി ഉണ്ടായിരുന്നു നമുക്ക് സാധനം. നമ്മൾ ഈ അച്ചാറിന് വാങ്ങിക്കുന്നത് ടൈഗർ ടൈപ്പാണ്. ഇത് വാങ്ങിക്കാറേ ഇല്ല. ഇത് പിന്നെ മലാഡിലെങ്ങാനും പോകുമ്പം ചിലപ്പം ഇവിടെ അങ്ങനെ ഇത് കാണാറുമില്ല അധികം. ഈ മാർക്കറ്റിലുള്ള ആൻറ്റിമാരുടെ കയ്യിൽ ചിലപ്പോൾ ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൂടുതലും ടൈഗറാണ് പുള്ളി കൊണ്ടുവരുന്നത്. പിന്നെ മലാടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ കാണും. അതിനൊക്കെ ഒരു സീസൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പൊടി മണൽ പോലുള്ളതും ഇരിക്കുന്നതാണ്. അതെന്തോ ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണാം. അതിൻ്റെ പൊടി ഉണക്കാണെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കും, അതെനിക്കറിയാം. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മുടെ പരിപാടിയിലോട്ട് പോയേ. അയ്യോ, കുറേ നേരം കൊണ്ട് നിന്ന് ഇത് കിള്ളുക. ഇതാണ്ട് ഇങ്ങനെയുള്ള ചെറുതൊക്കെ ആണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. എന്നാലും അതിലും കണ്ടോ നൂല്. ഇതിരുന്നാലേ വയറ് നോവുമെന്നാണ് പറയണേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതും കുറച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയത്. അത്ര നേരം എനിക്ക് കൂടുതൽ നിന്നാലാണ് കുഴപ്പം. ആ ടൈൽ ബോണേ വീണേ പിന്നെ. ഞാനിപ്പം ചപ്പാത്തി പ്രൈസിനും അപ്പച്ചനും കൊടുത്തു. നേരത്തെ കൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നേ, അത് കൂട്ടി അവർക്ക് ചപ്പാത്തി കൊടുത്തേ. ഇനി ഇതും തോരൻ വയ്ക്കണം, ഒരു മോര് കറിയും വെക്കണം. ഇത് വെട്ടിക്കൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ച് ഫേസ്ബുക്കിൽ ഇടാനൊരു ഷോട്ട് എടുക്കാമെന്ന്. ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നീ
യേശുവിനെ ഉയർത്തിയിടുവാൻ ദേശമെല്ലാം യേശുവിനെ ഉയർത്തിയിടുവാൻ. പോ. അവൻ പുറകെ പമ്മി നിന്നതേ ഷർട്ട് ഇട്ടിട്ടില്ല. അത് കൂടാതെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഞാൻ ഇപ്പം ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച തൈര് ലസ്സിക്ക് വേണ്ടി നിൽക്കുക. ഞാൻ പറഞ്ഞ് തൈരിന് വേണ്ടിയുള്ളതേ ഉള്ളടാ, അത് പഞ്ചാര ഇട്ട് കലക്കാനല്ലേ. ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്, അല്ലാതെ തൈരായിട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ചട്ടിയിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സവാള, ഇതൊരു 10 കൊച്ചുള്ളി, പച്ചമുളക് കീറിയത്, ഇഞ്ചി ഞാനേ കറിക്കൂടുള്ളതാണ് എടുത്തത്, അപ്പം ഇത്ര ഇഞ്ചി വേണ്ട. ഇതെല്ലാം കൂടെ ഇതിലിടാം. വെളുത്തുള്ളി ഞാൻ അരപ്പിൽ അരച്ചായിരുന്നു, എന്നാലും ഒരു 2-3 വെളുത്തുള്ളി എന്നിട്ട് അരപ്പിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെന്തുമായിരുന്നു, കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ഇഞ്ചി ഞാനൊരു നല്ലൊരു കഷ്ണം എടുത്ത്, കാരണം ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ല ഇതിന്. കറിവേപ്പില നമുക്കിതിടാം. പുളിവെള്ളം ഒഴിച്ചാൽ അതൊന്ന് അരച്ചത്. ഇതിലേക്ക് ഇതിപ്പം ഇതായതുകൊണ്ട് പ്രോൺസ് ആയതുകൊണ്ടേ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നേ, പിന്നെ ഉലുവാപ്പൊടി. ഇത് പിന്നെ നമ്മൾ എത്ര ഇളച്ചി വെള്ളം ഒഴിക്കുന്നുണ്ട്, എത്ര ഇളക്കിയാലും പൊടിയുമെന്ന് പേടിക്കണ്ട, കാരണം വേവുന്നതനുസരിച്ച് അതങ്ങ് ചുരുങ്ങിക്കോളും. ഇതങ്ങ് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം ഒട്ടും വേണ്ട. ഉപ്പിട്ടില്ലല്ലോ. ഇനി അടച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും റെഡി ആയായിരുന്നേ, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നേ. ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു, അതുകൂടെ ഒന്ന് മോര് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കടുകൂടെ വറുത്ത് ചേർക്കുമ്പം നമ്മുടെ മോര് കറിയും റെഡിയാവും. അപ്പോൾ ഈ തോരൻ ഞാൻ കുരുമുളക് പൊടിയും ഇച്ചിരി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്തത് കൊണ്ട് ഈ പോളിന് ഇഷ്ടപ്പെടാത്തത് പ്രോൺസിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ചേർത്തത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായില്ല. എല്ലാവരും കഴിച്ചെന്നുള്ള റേച്ചാൻ ഞാനത് 2 ദിവസത്തേക്കിന്, പാവം റേച്ചാൻ വേറെ ഒന്നും കൂട്ടത്തിലല്ല, അതുകൊണ്ട് 2 ദിവസം റേച്ചാൻ ഞാൻ എടുത്ത് വെച്ചിരുന്നിട്ട് ഞാനത് കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ അതിൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.